പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2022 മുതൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി തുടരുന്ന നേതാവിൻ്റെ പേരാണ് എം.വി. ഗോവിന്ദൻ. ഇപ്പോൾ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ജാഥ നടത്തി അത് പൂർത്തിയാക്കിയിട്ടേ. പക്ഷേ ഇതിനിടയ്ക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും മുതിർന്ന നേതാവായിട്ടുള്ള എ വിജയരാഘവന് കേരളത്തിൽ കൂടുതൽ ചുമതല നൽകുന്നു എന്നുള്ളതാണ് ആ വാർത്ത. അതായത് എ വിജയരാഘവനോട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയത്ത് കൂടുതൽ സമയം കേരളത്തിൽ കേന്ദ്രീകരിക്കാൻ പാർട്ടി പോളിറ്റ് ബ്യൂറോ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുവെന്നും 75 വയസ്സ് കഴിഞ്ഞ എസ് രാമേന്ദ്രൻ പിള്ളയോടും കൂടുതൽ സമയം പാർട്ടി സെൻറ്ററിൽ ചെലവഴിക്കാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ എം.വി. ഗോവിന്ദന് എത്ര നാൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി തുടരാൻ കഴിയും എന്നുള്ള ഒരു വിഷയം വിശദമായൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2022 മുതൽ തുടരുകയാണ് എം.വി. ഗോവിന്ദൻ. നമുക്കറിയാം, ഇതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ അവിചാരിതമായിട്ടുള്ള അർബുദ രോഗബാധിതനായ അദ്ദേഹം മരിച്ചതിനെ തുടർന്നിട്ടാണ് എം.വി. ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി അധികാരം ഏറ്റെടുത്തത്. അതിനുശേഷം അതിനുശേഷം അദ്ദേഹം ഒരു മധുര പാർട്ടി കോൺഗ്രസിൽ വീണ്ടും പാർട്ടി സെക്രട്ടറിയായി, അതിനു മുമ്പുള്ള സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തുടരുകയാണ്. അദ്ദേഹം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. നേരത്തെ അദ്ദേഹം മന്ത്രിയായിരുന്നു. ഇപ്പോഴും തളിപ്പറമ്പിൽ നിന്നുള്ള MLA ആണ്. സുഹൃത്തുക്കളെ, പാർട്ടി അണികളിൽ സജീവമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച എം.വി. ഗോവിന്ദന് ഇനി എത്ര നാൾ ആ കസേരയിൽ ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ്. 2026 തെരഞ്ഞെടുപ്പിൽ LDF സാമാന്യം നല്ല രീതിയിൽ തോൽക്കുക കൂടി ചെയ്യുന്നതോടുകൂടി എം.വി. ഗോവിന്ദൻ ആ കസേരയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും എന്നുള്ള ചർച്ച ശക്തമായി സി പി എമ്മിൻ്റെ അണികളുടെ ഇടയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2022 അദ്ദേഹം വന്നത്. ആ പാർട്ടി 2022 പാർട്ടി സെക്രട്ടറിയായി അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ പാർട്ടിയിൽ പല കോണുകളിൽ നിന്ന് ശക്തമായ അമർഷം അതിനെതിരെ ഉണ്ടായിരുന്നു. കാരണം താരതമ്യേന ജൂനിയർ ആയിരുന്നു എം.വി. ഗോവിന്ദൻ. എം.വി. ഗോവിന്ദനേക്കാളൊക്കെ വലിയ തോതിൽ സീനിയർ ആയിട്ടുള്ള ഇ.പി. ജയരാജനെ പോലുള്ള നേതാക്കന്മാർ കണ്ണൂരിൽ നിന്നുണ്ടായിരുന്നു. 2006 മറ്റോ ആണ് ഇ.പി. ജയരാജൻ കേന്ദ്ര കമ്മിറ്റിയിൽ വരുന്നതെങ്കിൽ അതിനുശേഷം ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് ശേഷം മറ്റാണ് എം.വി. ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നത്. അപ്പോൾ എം.വി. ഗോവിന്ദനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കിയതിനെതിരായി ഇ.പി. ജയരാജനെ പോലുള്ള ആളുകൾക്കൊക്കെ ശക്തമായിട്ടുള്ള അമർഷമുണ്ടായിരുന്നു. പക്ഷേ കണ്ണൂരിൽ നിന്ന് വേണമല്ലോ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് ആളുകൾ വരാൻ. കണ്ണൂരിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ വിശ്വസ്തനായി കൊണ്ടുവരാൻ കഴിയുന്നത് എം.വി. ഗോവിന്ദൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ സമയത്ത് പിണറായി വിജയൻ ഇ.പി. ജയരാജനുമായിട്ടൊന്നും നല്ല ബന്ധമായിരുന്നില്ല. അപ്പോൾ പിണറായി വിജയന് വേറെ ഓപ്ഷനൊന്നും ഇല്ലായിരുന്നതുകൊണ്ടാണ് എം.വി. ഗോവിന്ദനെ 2022 കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ ആ സ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടറിയാക്കി കൊണ്ടുവന്നു. അപ്പോൾ തന്നെ ഇ.പി. ജയരാജനെ പോലുള്ളവരൊക്കെ ശക്തമായിട്ടുള്ള വിമർശനത്തിലായി. അവരിപ്പോഴും ആ വിമർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എം.വി. ഗോവിന്ദൻ വന്ന സമയത്ത് അദ്ദേഹം എന്തോ താത്വികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പാണ്ഡിത്യമുള്ള ആളാണെന്നും താരതമ്യേന ചെറുപ്പമാണെന്നും അതുകൊണ്ട് പാർട്ടിയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെയുള്ള ധാരണ പാർട്ടി അണികളിലും ജനങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. നമ്മൾ 2024 മുതലുള്ള ഇയാളുടെ പ്രകടനം നമ്മൾ ഒന്ന് വിലയിരുത്തി നോക്കിയ സുഹൃത്തുക്കളെ, 2022 അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു 2-3 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നു, നിലമ്പൂർ നടന്നു, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് അദ്ദേഹം വരുന്നതിന് മുമ്പായിരുന്നാണ്. എന്തായാലും 2-3 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ CPM നല്ലപോലെ തോറ്റു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും നല്ലപോലെ തോറ്റു. എന്നാൽ ചേലക്കരയിൽ സാമാന്യം തെറ്റില്ലാത്ത ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു. അതാണ് ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു ട്രാക്ക് റെക്കോർഡ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയേ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2024 വമ്പൻ പരാജയം ഉണ്ടായി. ആകെ ഒരു സീറ്റിൽ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എം.വി. ഗോവിന്ദൻ വന്നതിന് ശേഷമുള്ള പാർലമെൻ്ററി രംഗത്തെ പാർട്ടിയുടെ പ്രകടനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ ദയനീയമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും.
ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒഴിച്ച് ബാക്കി നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തോറ്റു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി തോറ്റു. അപ്പോൾ പാർലമെൻ്ററി രംഗത്ത് ഇയാൾ വന്നതിന് ശേഷമുള്ള പാർട്ടിയുടെ പ്രവർത്തനം പാർട്ടിയുടെ പ്രകടനം വളരെ ദയനീയം. ഇനി പാർട്ടി സംഘടനാ രംഗത്തെ പ്രകടനം എടുത്തു നോക്കൂ. സംഘടനാ രംഗത്തെ പ്രകടനം എടുത്തു നോക്കിക്കഴിഞ്ഞാലും 2024 ശേഷം വലിയ പ്രതിസന്ധികൾ ഈ CPM നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ. സംഘടനാ രംഗത്തെ ഈ പാർട്ടിക്കുണ്ടായിരുന്ന ഒരു ഒരുമ, ഐക്യം, അതിൻ്റെ ഒരു ഏക ശിലാരൂപം, അതിലൊക്കെ വലിയ വിള്ളലല്ലേ ഈ എം വി ഗോവിന്ദൻ വന്നതിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എം വി ഗോവിന്ദൻ്റെ ജില്ലയായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ പോലും പാർട്ടിയിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയല്ലേ. പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം തന്നെ പാർട്ടിയിൽ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്കം ഉണ്ടായിരിക്കുന്നു, വലിയ അഴിമതി നടന്നിരിക്കുന്നു, പണം തിരിമറി നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിഷയം പുറത്തു കൊണ്ടിരുന്നു. അതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു, അയാളെ പുറത്താക്കുന്നു. കുഞ്ഞികൃഷ്ണൻ നേതൃത്വത്തിൽ പാർട്ടി ഗ്രാമമായിട്ടുള്ള പയ്യന്നൂരിൽ വലിയ തോതിലുള്ള അതൃപ്തി വളർന്നു വരുന്നു. ആ പാർട്ടി കോട്ടയായിട്ടുള്ള പയ്യന്നൂരിൽ CPMൻ്റെ ജയസാധ്യത പോലും അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള നിലയിലേക്ക് ചർച്ചകൾ മാറിയിരിക്കുന്നു. ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പണാപഹരണവും പണം തിരിമറിയും തട്ടിപ്പും നടന്നിരിക്കുന്നു എന്നുള്ള ബോധ്യം കണ്ണൂരിലെ പാർട്ടി അണികളുടെ ഇടയിൽ മാത്രമല്ല, കേരളത്തിലൊട്ടാകെയുള്ള പാർട്ടി അണികളുടെ ഇടയിലും ആ ധാരണ ശക്തമായിരിക്കുന്നു. അപ്പോൾ കണ്ണൂരിൽ തന്നെ എം വി ഗോവിന്ദൻ്റെ മണ്ഡലമായിട്ടുള്ള കണ്ണൂരിൽ തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കും. പാലക്കാട് ജില്ലയിലേക്ക് ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. PS അച്യുതാനന്ദൻ്റെ PA ആയിരുന്ന A സുരേഷ് പാർട്ടി വിട്ടിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ വലിയ തോതിലുള്ള വിമത പ്രവർത്തനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരെന്തോ മാർച്ച് 5-ാം തീയതിയോ മറ്റോ എന്തോ വലിയ യോഗം അവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നു. PK ശശി പാർട്ടി വിടാനുള്ള സാധ്യത വളർന്നു വന്നിരിക്കുന്നു. അദ്ദേഹത്തിനോടൊപ്പം പല ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരും മെമ്പർമാരും ഒക്കെ പുറത്തേക്ക് പോകും എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു. പാർട്ടിയെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ പ്രതികരിച്ച് ചർച്ച ചെയ്തിരുന്ന ഒരു പാർട്ടി വിട്ടുപോകുന്നു. ചിറജി ലൂക്കോസ് വിട്ടുപോകുന്നു, BN ഹസ്കർ വിട്ടുപോകുന്നു. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എല്ലാ ജില്ലകളിലും പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ കൊഴിഞ്ഞു പോകുന്നതിൽ ഏറിയ പങ്കും BJPയിലേക്ക് പോകുന്നു എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പാർലമെൻ്ററി രംഗത്ത് മാത്രമല്ല, സംഘടനാ രംഗത്തും എം വി ഗോവിന്ദൻ അധികാരത്തിൽ വന്നതിന് ശേഷം പാർട്ടി വലിയ തോതിലുള്ള തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താ? CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? CPMൻ്റെ മുഖ്യമന്ത്രിയായി ആര് വന്നാലും ആ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് പാർട്ടി സെക്രട്ടറി ആയിരിക്കും എന്നുള്ളതാണല്ലോ CPMൻ്റെ ഒരു ശീലം. അതാണല്ലോ CPMൻ്റെ CPMൻ്റെ ഒരു കീഴ്വഴക്കവും അതാണല്ലോ. പാർട്ടിയുടെ നയങ്ങൾ നടപ്പിലാക്കുന്ന ആളാണ് പാർട്ടിയുടെ മുഖ്യമന്ത്രി. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുമാണ് എന്നുള്ളതാണല്ലോ പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം. അത് പിണറായി വിജയൻ ഇരുന്ന കാലഘട്ടത്തിലും VS അച്യുതാനന്ദൻ ഇരുന്ന കാലഘട്ടത്തിലും നായനാർ ഇരുന്ന കാലഘട്ടത്തിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ചെറിയ മാറ്റങ്ങളുണ്ടായി. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഗോവിന്ദൻ അധികാരത്തിൽ വന്നതിന് ശേഷം 2022 മുതലൊക്കെയുള്ള അവസ്ഥ എന്താ? പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു പ്യൂണിൻ്റെ പോലും വിലയില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ അധപ്പതിച്ചില്ല സുഹൃത്തുക്കളെ. പാർട്ടിയുടെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയല്ലേ. പിണറായി വിജയൻ എന്ത് തീരുമാനിച്ചാലും അതിൽ തുല്യം ചേർക്കുന്ന ഒരു പട്ടേലറായി നിൽക്കുകയാണ് ഗോവിന്ദൻ എന്നുള്ള നിലയിലല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. പിണറായി വിജയൻ എന്ത് വൃത്തികേട് കാണിച്ചു കഴിഞ്ഞാലും അതിനെ ആദ്യം പിന്തുണച്ച് രംഗത്ത് വരുന്ന ഒരു പിണറായി വിജയൻ്റെ ഒരു പ്യൂൺ, പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്ന ഒരു ആളാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിലേക്കല്ലേ ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പിണറായി വിജയൻ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ആ തെറ്റിനെ ആദ്യം പിന്തുണയ്ക്കുന്നയാൾ എന്നുള്ള നിലയിലേക്ക് അല്ലേ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഒരു അതോറിറ്റിയും ഇല്ലാത്ത, ഒരു അധികാരവും ഇല്ലാത്ത ഒരു പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതാണ് മൂന്നാമത്തെ വിഷയം. നാലാമത്തെ വിഷയം എന്താ? വ്യക്തിഗതമായി തന്നെ ആരോപണ വിധേയനാവുന്നു. ഇയാളുടെ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അയാൾക്കെതിരെ വരുന്നു. ആ ആരോപണങ്ങളെ ഒന്നും അയാൾക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അതാണ് നാലാമത്തെ. അഞ്ചാമത്തെ കാര്യം, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വില മുഴുവൻ കളഞ്ഞു കുളിച്ച ഒരു നേതാവ് എന്നുള്ള നിലയിൽ അയാൾ മാറിയിരിക്കുകയില്ലേ.
കേരള രാഷ്ട്രീയത്തിൽ ഒരു ഹാസ്യ കഥാപാത്രമായി അയാളെ ഇപ്പം അടയാളപ്പെടുത്തിയിരിക്കുകയല്ലേ പൊതുജനങ്ങൾ. കേരളത്തിന് ഇത്രയും കൂടുതൽ പരിഹസിക്കപ്പെട്ട അപഹസിക്കപ്പെട്ട ഒരു ഒരു പാർട്ടി സെക്രട്ടറി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ചു. EMS-ഉം VS-ഉം നയനാരും ചടയം ഗോവിന്ദനും CH കണാരനുമൊക്കെ ഇരുന്ന കസേരയിൽ MV ഗോവിന്ദൻ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു നാണക്കേടാണ് എന്നുള്ള നിലയിലല്ലേ ഇപ്പോൾ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗോവിന്ദൻ്റെ പാർട്ടി സെക്രട്ടറി എന്നുള്ള നാളുകൾ എണ്ണപ്പെട്ടു എന്നുള്ള ചർച്ച പാർട്ടിയുടെ അണികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ശക്തിപ്പെട്ടിരിക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയൊരു തിരിച്ചടിയും കൂടെ നേരിട്ട് കഴിയുന്നതോടുകൂടി അടുത്ത പാർട്ടി കോൺഗ്രസിൽ ഇയാളുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം തെറിക്കും എന്നുള്ള വാദഗതി ഇപ്പോൾ പാർട്ടി അണികളുടെ ഇടയിൽ ശക്തമായിരിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഒന്നുകൂടി ക്രോഡീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിക്കും. ഒന്ന്, ഇയാൾ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം പാർട്ടി പാർലമെൻ്റ് രംഗത്ത് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഇയാൾ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം പാർട്ടിയുടെ സംഘടനാ രംഗത്തും പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം ഇയാൾക്ക് ഒരു അധികാരവുമില്ല എന്നുള്ള നിലയിൽ കാര്യങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു. പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കണം എന്ന് പറയുന്നതിന് പകരം മുഖ്യമന്ത്രി പാർട്ടിയെ നിയന്ത്രിക്കുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. 4, ഇയാളുടെ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. അതിനെ ഇയാൾക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു. 5-മതായി ഇയാളൊരു ഹാസ്യ കഥാപാത്രമാണ് എന്നുള്ള നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഇത്രയും ഈ തരംതാണ നിലവാരമുള്ള ഒരു സംസ്ഥാന സെക്രട്ടറി ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നും വിലയിരുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ 5 കാരണങ്ങളുടെ പശ്ചാത്തലത്തിൽ MV ഗോവിന്ദൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പാർട്ടി അണികളുടെ ഇടയിൽ ശക്തമായ സംസാരം ഇപ്പോൾ നിലനിൽക്കുന്നത്.